എങ്ങനെ എളുപ്പത്തിൽ ഗൂഗിൾ മൈ ബിസിനസ് സെറ്റപ്പ് ചെയ്യാനും അത് ഒപ്റ്റിമൈസ് ചെയ്യാനുമെന്ന് നമുക്ക് ഇന്ന് നോക്കാം. പക്ഷെ ഇതിന്റെ ഒരു ഇമ്പോർട്ടൻസ് എനിക്ക് നിങ്ങൾക്ക് ആദ്യം പറയണം. നമ്മളൊരു ലോക്കൽ ബിസിനസ് ആണ്, ലൈക്ക് കഫേ, സലൂൺ, ബ്യൂട്ടി പാർലർ, ഹോട്ടൽ, അങ്ങനെ ഫുഡ് ഫോളോ ആളുകൾ നടന്നു വന്ന് അല്ലെങ്കിൽ ഫുഡ് ഫോളോ വരുന്ന ഒരു ബിസിനസ് ആണ് നമ്മുടേതെങ്കിൽ നമുക്ക് ഗൂഗിൾ മൈ ബിസിനസ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. കാരണം ആൾക്കാർ കോൾ വിളിക്കാനും നമ്മൾ ഡയറക്ഷൻസ് ഗൂഗിൾ മാപ്പിൽ ഡയറക്ഷൻസ് ഇട്ടിട്ട് വഴി കണ്ടുപിടിക്കാനെല്ലാം നമ്മുടെ ഗൂഗിൾ മൈ ബിസിനസ് ആണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഫുഡ് ഫോളോ വേണ്ട ഒരു ബിസിനസ് ആണെങ്കിൽ ഗൂഗിൾ മൈ ബിസിനസിന്റെ ഇമ്പോർട്ടൻസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. എങ്ങനെയാണ് അത് പെട്ടെന്ന് സെറ്റപ്പ്? ഇപ്പൊ നിങ്ങൾ ഇവിടെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഒരു ഇമെയിൽ ID വെച്ചിട്ട് ഞാൻ ഇവിടെ ക്രോം അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ എല്ലാ ക്ലയന്റിന്റെ വർക്കും നമ്മൾ സെപ്പറേറ്റ് ക്രോം അക്കൗണ്ടിലാണ് കീപ്പ് ചെയ്യുന്നത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഇൻസ്റ്റഗ്രാം ആണെങ്കിലും ഫേസ്ബുക്ക് ആണെങ്കിലും അവരുടെ CRM ആണെങ്കിലും വെബ്സൈറ്റ് ആണെങ്കിലും ഇതെല്ലാം ഇമെയിൽ ID വെച്ച് കണക്റ്റഡ് ആണ്. അപ്പം ഒരു ആളുടെ വർക്ക് നമ്മൾ വേറെ ക്ലയന്റിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യാൻ ഏറ്റവും എളുപ്പം അവർക്കൊരു ഡെസിഗ്നേറ്റഡ് ഒരു ക്രോം അക്കൗണ്ട് കീപ്പ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഇമ്പോർട്ടൻസ്. ഇനി ഗൂഗിൾ മൈ ബിസിനസ് സെറ്റപ്പ് ചെയ്യാൻ ആദ്യമായിട്ട് തന്നെ നമ്മൾ ഗൂഗിൾ സെർച്ച് എഞ്ചിൻ പേജിലേക്ക് വന്നു. സെർച്ച് എഞ്ചിൻ പേജിൽ വന്നിട്ട് നമ്മുടെ ഗൂഗിൾ ആപ്സിന്റെ അവിടെ ഒരു ഐക്കൺ ഉണ്ട്, നമ്മുടെ ഇമെയിൽ IDന്റെ ഇപ്പറെ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് താഴേക്ക് പോകുമ്പോൾ ഒരു ചെറിയ കടേന്റെ പടമൊക്കെയുള്ള ബിസിനസ് പ്രൊഫൈൽ മാനേജർ നിങ്ങൾ കാണും. ഈ ബിസിനസ് പ്രൊഫൈൽ മാനേജർ ക്ലിക്ക് ചെയ്യുക. അപ്പം ഓൾറെഡി നമ്മൾ പകുതി സെറ്റപ്പ് ചെയ്ത് വെച്ച ഒരു ഗൂഗിൾ മൈ ബിസിനസ് ആണ്. എൻ്റെ ഒരു ക്ലയന്റ് ആണ് ഏവൽ മെഡിക്കൽ കെയർ ആൻഡ് വെൽനെസ്സിലുള്ള ഒരു ബ്രാൻഡാണ് ഏവൽ ഹോസ്പിറ്റൽസ്. അപ്പം ഇത് ഓൾറെഡി പകുതി ചെയ്ത് വെച്ച് കണ്ടോ, കംപ്ലീറ്റ് ഇൻഫോ പ്രൊഫൈൽ സ്ട്രെങ്ത് എന്ന് പറഞ്ഞ് ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പം പെട്ടെന്ന് ക്വിക്കായിട്ട് ഒരു പ്രൊഫൈലും കൂടെ ആഡ് ചെയ്യണമെങ്കിൽ ഈ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുക, ആഡ് എ ന്യൂ ബിസിനസ് പ്രൊഫൈൽ. അപ്പൊ നമ്മൾ ഉടനെ നമ്മുടെ ബിസിനസ് പ്രൊഫൈലിലേക്കുള്ള ഗൂഗിളിന്റെ പേജിലേക്ക് പോകും. ഇവിടെ നമ്മൾ ബിസിനസിന്റെ പേരും ഏത് കാറ്റഗറിയിലാണോ നമ്മൾക്ക്, ഹോട്ടൽസ് ആണോ, റെസ്റ്റോറൻറ്റ്സ് ആണോ, കഫേ ആണോ, ഏത് കാറ്റഗറിയിലാണ് നമ്മുടെ ബിസിനസ് വരുന്നത് അതും കൂടെ അടിച്ചു കൊടുക്കുക. അപ്പൊ ഞാനിവിടെ പോൾസ് മാർക്കറ്റിംഗ് ഏജൻസി എന്ന് ചുമ്മാ അടിക്കാൻ പോവാം. ഇനി കാറ്റഗറി ഞാൻ മാർക്കറ്റിംഗ് കൺസൾട്ടന്റ് എന്നും കൂടി ഇടാൻ പോവാണ്. അത് കഴിഞ്ഞ് നമ്മൾ നെക്സ്റ്റ് അടിക്കുന്നു. നെക്സ്റ്റ് അടിച്ചു കഴിയുമ്പോൾ ഈ ഒരു സ്റ്റോർ കസ്റ്റമേഴ്സിന് വിസിറ്റ് ചെയ്യേണ്ടതാണോ അല്ലെങ്കിൽ ഇതൊരു ഓഫീസാണോ? യെസ്, നമുക്ക് ഫുഡ് ഫോളോ വേണ്ട ഒരു ബിസിനസ്സും കൂടിയാണ് നമ്മുടെ. ഇനി നെക്സ്റ്റ് പോയിന്റ് വേർ യു എൻറ്റർ യുവർ ബിസിനസ് അഡ്രസ്. നമ്മൾ ഗൂഗിൾ മാപ്സിൽ ആൾക്കാരെ ഡയറക്ഷൻ ഇടുമ്പം ഈ അഡ്രസ്സിലേക്കാണ് വരുന്നത്. ഇവിടെ നമ്മൾക്ക് പിൻകോഡ് വേണം, നമ്മുടെ സ്ട്രീറ്റ് അഡ്രസ്സ് കൊടുക്കണം, നമ്മുടെ സ്റ്റേറ്റ് കൊടുക്കണം. ആൻഡ് ദിസ് പാർട്ട് ഇസ് വെരി ഇമ്പോർട്ടന്റ്. വൺസ് ഇത് സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത പേജസ് നിങ്ങളോട് ചോദിക്കും, നിങ്ങളുടെ ഓപ്പണിംഗ് അവേഴ്സ് ചോദിക്കും. ഇപ്പൊ ഇത് ഞാൻ ഫില്ല് ചെയ്യാൻ നിൽക്കുന്നില്ല, ഞാൻ ഓൾറെഡി നമ്മൾ ചെയ്ത് വെച്ച നമ്മുടെ പ്രൊഫൈലിലേക്ക് തിരിച്ചു ചെല്ലാം. ഇത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കൊടുക്കേണ്ടത് നമ്മുടെ അഡ്രസ്സ് നമ്മൾ കൊടുക്കും, നമ്മൾ ഓപ്പൺ ആയിട്ടുള്ള അവേഴ്സ് കൊടുക്കും. അതുപോലെ തന്നെ വീൽ ചെയർ ആക്സസ് ഉണ്ടോ, ഇസ് ദിസ് എ ലേഡി ഓൺഡ് ബിസിനസ്, അങ്ങനെ കുറെ ക്വസ്റ്റ്യൻസ് അവർ ചോദിക്കും. നമ്മളത് ഫില്ല് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ പ്രൊഫൈൽ സ്ട്രെങ്ത് ഏതാണ്ട് ഇത്രയും ആകും. പക്ഷെ കഴിഞ്ഞില്ല, ഇനിയാണ് ഒപ്റ്റിമൈസേഷൻ നടക്കുന്നത്. ഒപ്റ്റിമൈസ് ചെയ്യണമെങ്കിൽ ഇത് ഗ്രീൻ ആയിട്ട് കംപ്ലീറ്റ് ആണ്, ഇത് ഗ്രീനിലേക്ക് കംപ്ലീറ്റ് ചെയ്യണം. അപ്പം ഇവിടെ മിസ്സിംഗ് ആയിട്ടുള്ള ഫോൺ നമ്പർ മിസ്സിംഗ് ആണ്. വെബ്സൈറ്റ് ഇവിടെ നിങ്ങൾ കണ്ടില്ലേ, കോൾ ബട്ടൺ ഇല്ല, ഇവിടെ വെബ്സൈറ്റിന്റെ ബട്ടൺ ഇല്ല. അപ്പം അതെല്ലാം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കോൾ ബട്ടൺ ആഡ് ചെയ്യണം, വെബ്സൈറ്റിന്റെ ബട്ടൺ ആഡ് ചെയ്യണം. പിന്നെ കംപ്ലീറ്റ് ഇൻഫോ ഞാൻ ഇവിടെ അടിച്ചു കഴിയുമ്പോൾ കണ്ടില്ലേ, ആഡ് എ ഷോപ്പ് ഫ്രണ്ട് ഫോട്ടോ ഡിസ്ക്രൈബ് യുവർ ബിസിനസ്. അപ്പൊ നമുക്ക് നമ്മുടെ ഷോപ്പിന്റെ ഫ്രണ്ടിൽ നെയിം ബോർഡ് ഒക്കെയുള്ള ഒരു ഫോട്ടോ നമ്മൾ അപ്ലോഡ് ചെയ്യണം, നമ്മൾ ഇന്റീരിയേഴ്സിന്റെ ഫോട്ടോ അപ്ലോഡ് ചെയ്യണം. അപ്പോഴേ നമ്മുടെ ബിസിനസ് വെരിഫൈ ആകുള്ളൂ. അപ്പോഴാണ് നമ്മുടെ GMP ഒപ്റ്റിമൈസ് ആയെന്ന് നമുക്ക് പറയാൻ കഴിയുക. കുറച്ചും കൂടെ ഒപ്റ്റിമൈസേഷൻ ബാക്കിയുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് SEO. ആരെങ്കിലും സെർച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ഗൂഗിൾ മൈ ബിസിനസ് കാണിക്കണം, അല്ലെ? ഇപ്പം ആരെങ്കിലും സലൂൺസ് നെക്സ്റ്റ് ടു മീ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ നെക്സ്റ്റ് ടു മീ എന്നൊക്കെ അടിച്ചു കഴിയുമ്പോൾ നമ്മുടെ സലൂണോ നമ്മുടെ ഹോസ്പിറ്റലോ ഒക്കെ കാണിക്കണമെങ്കിൽ വി ഹാവ് ടു ഡു സം ബിറ്റ് ഓഫ് SEO ആൻഡ് കീവേഡ് റിസർച്ച്. അതാണ് കുറച്ചും കൂടെ ഒപ്റ്റിമൈസേഷൻ ട്രിക്സ് അതിനകത്തും കൂടിയുണ്ട്. അതിനു വേണ്ടിയിട്ട് ഞാൻ ഒരു വീഡിയോ സെപ്പറേറ്റ് ആയി ചെയ്യുന്നതായിരിക്കും. റൈറ്റ് നൗ ഐ ഹോപ്പ് ദിസ് ഇസ് വെരി ക്ലിയർ ഫോർ യു. ഇതിനെ പറ്റിയുള്ള ഫീഡ്ബാക്ക് പ്ലീസ് ലെറ്റ് മീ നോ ഇൻ ദ കമന്റ് ബോക്സ്. താങ്ക് യു.